യൂത്ത് കെയറിൻ്റെ ഭാഗമായി പബ്ലിക് വെൽഫെയർ പ്രൊട്ടക്റ്റിംഗ് ചാരിറ്റബിൾ കൗൺസിൽ പ്രിയപ്പെട്ട ശാരദാമ്മയ്ക്ക് നിർമ്മിച്ചു നൽകിയ ചെറിയ ഭവനത്തിൻ്റെ ഉദ്ഘാടനവും താക്കോൽദാനവും കോവളം നിയോജകമണ്ഡലം MLA അഡ്വക്കേറ്റ് എം. വിൽസൺ അവറുകൾ ഉദ്ഘാടന നിർവഹിച്ചു. തുടർന്ന് താക്കോൽദാനം പാലക്കാട് നിയോജകമണ്ഡലം MLA ഷാഫി പറമ്പിൽ നിർവഹിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ വനിതാമിത്രം പുരസ്കാരവും ജനമിത്ര പുരസ്കാരവും വാർഡ് മെമ്പർമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം, മറ്റു വിശിഷ്ടാതിഥികൾ യോഗത്തിൽ പങ്കെടുത്തു. സ്നേഹത്തണൽ എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിക്കായി ആദ്യം മുതൽ അവസാനം വരെ കൂടെ നിന്ന അലക്സ് ജെയിംസിനെ ഷാഫി പറമ്പിൽ MLA പ്രത്യേകം അനുമോദിച്ചു. തുടർന്ന് മറ്റ് പ്രവർത്തകരെയും സംഘാടകരെയും MLAമാർ പ്രശംസിച്ചു. വാർത്തകൾ വേഗത്തിലറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്. സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഷാഫി പറമ്പിൽ ഇതാ ഈ വേദിയിലെത്തിയിരിക്കുന്നു. ഈ ചടങ്ങിന് സാന്നിധ്യം നൽകിവെക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഇതിലേക്ക് ആദരപൂർവ്വം സ്വാഗതിക്കുന്നു. നമ്മുടെ വീട് നമുക്ക് തുടങ്ങാം. അലക്സിന് ബഹുമാനത്തിന് ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികളായ ഷീജ സാന്ദ്ര, പ്രിയപ്പെട്ട ജിജി മാഡം ഈ ഡേസിലേക്ക് ഒന്ന് കയറിയിരിക്കേണ്ടതാണ്. പ്ലീസ്. അത് ഏറ്റെടുത്ത് ചെയ്യാൻ താല്പര്യവും മനസ്സുള്ള ഒരു പറ്റം ചെറുപ്പക്കാരുണ്ട്. അത് ഏറ്റവും വലിയ അസറ്റാണ്. എനിക്ക് ഇവരുടെയൊക്കെ കൂടെ കോൺഗ്രസ് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനമാണ്. പ്രിയപ്പെട്ട അലക്ഷനും സഹപ്രവർത്തകർക്കും ഈ അജയനെ ഞാൻ അടുത്ത് പരിചയപ്പെടുന്നത് ജയിലിൽ നിന്നാണ്. ഈ ഞാൻ പറഞ്ഞ കുട്ടികളത് ഇവരെന്നെ സമരവും പരിപാടികൾക്കും ഇവരെന്നെ ഉണ്ട്, സമ്മേളന കാര്യങ്ങൾക്കും ഇവർ തന്നെ ഉണ്ട്, സേവന പ്രവർത്തനങ്ങൾക്കും ഇവർ തന്നെ ഉണ്ട്. അവരുടെ ജീവിതത്തിലെല്ലാം ബുദ്ധിമുട്ടും തീർന്നിട്ടൊന്നുമില്ല. അവർക്കും കുറെ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എപ്പോഴും ഓർക്കാറുള്ള ഒരു കാര്യം, നമ്മളിപ്പം യൂസഫ് അലിയെ പോലെ ആയിട്ട് ആരെങ്കിലും സഹായിക്കാൻ തീരുമാനിക്കുക, അല്ലെങ്കിൽ രവി പിള്ളയെ പോലെ ആയിട്ട് ആരെങ്കിലും സഹായിക്കാൻ തീരുമാനിച്ചാൽ സഹായിക്കലൊന്നും ഉണ്ടാവില്ല. നമ്മൾ അലക്സിനെ അജയനൊക്കെ പോലെ ഉള്ളതിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ച് ഇറങ്ങിയാലാണ് അത് ചെയ്തു തീരുക എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സംഭവം എന്നുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ മുന്നിൽ ഞാനൊരു ഫ്ലെക്സ് ബോർഡും കൂടെ കാണുന്നുണ്ട്. നേരത്തെ ഇവിടെ അലക്സ് സൂചിപ്പിച്ചതുപോലെ അത് മറ്റാരുടെ അല്ല, കാലമായിട്ട് ഞങ്ങളുടെയൊക്കെ സുഹൃത്തും സഹപ്രവർത്തനവുമായിട്ടുള്ള പ്രിയപ്പെട്ട വിനോദ് കോട്ടുകാർ. ഈ ഒരു സംഘടനാ പ്രവർത്തന രംഗത്തും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിലൊക്കെ മാതൃകയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. പെട്ടെന്ന് ഉണ്ടായ ഒരു ആരോഗ്യ പ്രശ്നം മൂലം ശ്രീ ഷാഫി പറമ്പിൽ കാട്ടിയ ഒരു മാതൃക എനിക്കും സ്വീകരിക്കേണ്ടി വന്നിരിക്കുകയാണ്. കാരണം മറ്റു ചില അത്യാവശ്യ പരിപാടികൾ ഉള്ളതുകൊണ്ട് ഒരു ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇവിടെ ഒരു പ്രസംഗത്തിന്റെ ഒന്നും ആവശ്യമുള്ള ഒരു വേദിയല്ല. എനിക്ക് ഈ സ്വപ്നഭവനം, നമ്മുടെ ശാരദാമ്മയുടെ സ്വപ്നഭവനം ഇവിടെ യാഥാർത്ഥ്യമാക്കിയ നിങ്ങളോട് ഓരോരുത്തരോടും തീർത്താൻ തീരാത്ത അഭിനന്ദനങ്ങളും നന്ദിയുമാണ് എനിക്ക് ഇപ്പോൾ അറിയിക്കാനുള്ളത്. ഇന്ന് ഈ ഭവനം നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ
2.5 വർഷം മുമ്പാണ് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുടെ 2ാം ഘട്ടമായി നമ്മുടെ സർക്കാർ അപേക്ഷ സ്വീകരിച്ചത്. 2020 ഓഗസ്റ്റ് മാസത്തിലാണ് ഭവനരഹിതർക്ക് വീട് വെച്ചു കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ അപേക്ഷ സ്വീകരിച്ചത്. അല്ലേ പ്രസിഡന്റ്? 2020 ഓഗസ്റ്റ് മാസം. പക്ഷെ 2.5 വർഷം കഴിഞ്ഞിട്ടും ഒരാൾക്ക് പോലും, അന്ന് അപേക്ഷ കൊടുത്ത ഒരാൾക്ക് പോലും വീട് വെച്ചു കൊടുക്കാൻ പിണറായി വിജയന്റെ സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിലും 8 മാസം കൊണ്ട് വീട് വെച്ചു കൊടുക്കാൻ നമ്മുടെ അലക്സിന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ സഹപ്രവർത്തകർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. അവരെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മികച്ച വനിതാ മിത്ര പുരസ്കാരം 2023 ഷീജ സാന്ദ്ര. ഭിന്നശേഷിക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുകയും സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുകയും ചെയ്തു. അടുത്തതായി ജനമിത്ര പുരസ്കാരം 2023 ശ്രീ ജിബിൻ അഗസ്റ്റിൻ സാറിനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ഓണറും കൂടെയാണ്. അടുത്തതായി ജനമിത്ര പുരസ്കാരം വാങ്ങുന്നതിനായി അഡ്വക്കേറ്റ് ജിജോയെ അവരുടെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. മികച്ച കാരുണ്യ പ്രവർത്തനം ലിംസ് ഇന്റർനാഷണൽ